അങ്ങ് വയനാട്ടിലെ യാതൊരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്തൊരു കുടുംബം, കൂടാതെ പള്ളിയിലച്ഛൻ്റെ മകനും. സിനിമയിൽ കയറിപ്പറ്റുക പോയിട്ട് സിനിമ കാണാനും വിലക്കുള്ളൊരു പയ്യൻ. ഇന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ തരത്തിലുള്ള സംവിധായകനും മലയാള സിനിമയുടെ ഭാഗ്യനടനും ജനങ്ങളുടെ പ്രിയങ്കരനുമായൊരു കഥയുണ്ട്. അതെ, ബേസിൽ ജോസഫിനെ പറ്റിയാണ് പറയുന്നത്. സിനിമാ പ്രവർത്തകർക്ക് അത്ര പരിചയമില്ലാത്ത ഒരിടമാണ് വയനാട്. വയനാട്ടിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തിയത് വളരെ കുറച്ച് ആളുകളായിരുന്നു. എന്നാൽ അവരിൽ ഇത്രയധികം സ്വീകാര്യത ലഭിച്ചത് വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രം. അതിലൊരാളാണ് ബേസിൽ ജോസഫ്. വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് ബേസിൽ ജോസഫിൻ്റെ നാട്. അവിടെ വൈദികനായ ജോസഫ് പള്ളിപ്പാട്ടിൻ്റെ മകനായി ജനനം. ഒരു വൈദിക കുടുംബമായതിനാൽ സിനിമ കാണുന്നതിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ബേസിൽ ജോസഫിനുണ്ടായിരുന്നു. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് തന്നെ അപൂർവം. വയനാട്ടിലെ ഒരു സ്കൂളിലെ ഗായക സംഘത്തിലെ പയ്യനായിരുന്നു അന്ന് ബേസിൽ ജോസഫ്. ഉള്ളിൽ സിനിമാ മോഹം തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്താണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ യുവ സിനിമാ മോഹികളും പരീക്ഷ നോക്കിയ പാതയാണ് ബേസിലും പിന്തുടർന്നത്. അക്കാലത്ത് കൂട്ടുകാർക്കൊപ്പം ചേർന്ന് നിർമ്മിച്ച ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചായിരുന്നു തുടക്കം. പഠനശേഷം ഇൻഫോസിസിൽ ജോലിയും ബേസിലിന് ലഭിച്ചു. സിനിമയോടുള്ള ഇഷ്ടം അയാളുടെ ഉള്ളിൽ നിശബ്ദമായി കിടന്നതിനാലാകാം എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കലാകാരന്മാരും അഭിനേതാക്കളും നർത്തകരും ഉൾപ്പെടുന്ന പരിചയ് എന്ന മെഗാ ഷോയിലെ പ്രധാന കഥാപാത്രമായി ബേസിൽ അഭിനയിച്ചു. തനിക്ക് ലഭിക്കുന്ന ഈ അവസരങ്ങളെല്ലാം അന്ന് ആ ചെറുപ്പക്കാരൻ്റെ സിനിമാ ലോകത്തിൻ്റെ ഭാഗമാകാനുള്ള ആഗ്രഹത്തെ ശക്തിപ്പെടുത്തിയതായിരുന്നു. അങ്ങനെ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് അന്നൊരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചു. പ്രിയംവദ കാതരയാണ് എന്നായിരുന്നു ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അന്നത്തെ ആവേശത്തിൽ തനിക്കറിയാവുന്ന സിനിമാക്കാർക്കെല്ലാം ആ ഷോർട്ട് ഫിലിം അയച്ചു നൽകി. ആ കൂട്ടത്തിൽ ഹോളിവുഡ് സിനിമാ സംവിധായകർ വരെ ഉണ്ടെന്നാണ് പിന്നീട് ബേസിൽ പറയുന്നത്. അന്ന് ബേസിലിൻ്റെ ഷോർട്ട് ഫിലിം കണ്ട നടൻ അജു വർഗീസ് ബേസിലുമായി ചങ്ങാത്തമാവുകയും അതിനുശേഷം ഒരു തുണ്ടുപടം എന്ന ഷോർട്ട് ഫിലിമിൽ അജു വർഗീസിനെ നായകനാക്കി ബേസിൽ സംവിധാനവും ചെയ്തു. അജു വർഗീസ് അത് വിനീത് ശ്രീനിവാസന് അയച്ചു കൊടുക്കുന്നു. ഷോർട്ട് ഫിലിം കണ്ട വിനീത് ശ്രീനിവാസൻ ബേസിലിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അതിനിടയിലാണ് തനിക്ക് സിനിമാ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസനോട് അറിയിക്കുന്നതും സഹസംവിധാനത്തിൽ നിൽക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നതും. അങ്ങനെയാണ് 2013 വിനീത് ശ്രീനിവാസന്റെ മൂന്നാമത്തെ ചിത്രമായ തിരയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ബേസിൽ ജോസഫ് എത്തിച്ചേരുന്നത്. അതിനുശേഷം 2015 ആദ്യ ചിത്രമായ കുഞ്ഞിരാമായണം തൻ്റെ ഗുരുവായ വിനീത് ശ്രീനിവാസനെ നായകനാക്കി നിർമ്മിച്ച് ഹിറ്റടിക്കുന്നു ബേസിൽ ജോസഫ്. ആകെ 3 സിനിമകളെ ബേസിൽ സംവിധാനം ചെയ്തിട്ടുള്ളൂ. 3ഉം സൂപ്പർ ഹിറ്റുകൾ. ബാലരമയിൽ വായിക്കുന്ന കഥ പോലെയുള്ളൊരു ദേശം എന്ന ഗ്രാമത്തിലെയും അവിടുത്തെ ആളുകളുടെ ചില മണ്ടൻ വിശ്വാസങ്ങളും. അതായിരുന്നു കുഞ്ഞിരാമായണം. 100 ദിവസമാണ് ചിത്രം തിയേറ്ററിൽ ഓടിയത്. ചിത്രത്തിൽ ദേശത്തിലെ ഗർജിക്കുന്ന സിംഹമെന്ന വെള്ളക്കുണ്ടിൽ ദിനേശനായി ബേസിൽ ഗസ്റ്റ് അപ്പിയറൻസും നടത്തി. അതിനുശേഷം ടൊവിനോ തോമസ് നായകനായ ഗോദ, പഞ്ചാബുകാരി പെണ്ണിനെ കൊണ്ട് മന്നോത്ത് വയലിൽ ഗുസ്തി മത്സരം നടത്തിയ ഗോദ ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. പിന്നീട് ലോക്ക്ഡൗൺ കാലത്ത് കുറുക്കൻ മൂലയിൽ നിന്നും അങ്ങ് നെറ്റ്ഫ്ലിക്സ് വരെ എത്തിയ നമ്മുടെ നാടൻ സൂപ്പർ ഹീറോ മിന്നൽ മുരളിയുടെ വരവാണ്. ചിത്രത്തിന് കേരളത്തിൽ നിന്നുമുള്ള അവാർഡുകൾക്ക് പുറമെ മികച്ച സംവിധായകനുള്ള ഏഷ്യൻ അക്കാഡമി ക്രിയേറ്റീവ് അവാർഡും ബേസിൽ നേടി. കേരളത്തിൽ മാത്രമല്ല, നൈജീരിയ, അർജന്റീന, ബ്രസീൽ എന്നിവയുൾപ്പെടെ 40 രാജ്യങ്ങൾ അറിയപ്പെടുന്ന ഒരു പേരായി മിന്നൽ മുരളി മാറി. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ 32 ദശലക്ഷത്തിലധികം കാഴ്ചക്കാരുണ്ടായിരുന്നു. കൂടാതെ റിലീസ് ചെയ്ത സമയത്ത് OTT പ്ലാറ്റ്ഫോമിൽ ആഗോളതലത്തിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട മികച്ച 3 ഇംഗ്ലീഷ് ഇതര സിനിമകളിൽ ഒന്നായിരുന്നു മിന്നൽ മുരളി. മലയാള സിനിമകൾ മാത്രം കണ്ടു വളർന്ന ഹോളിവുഡ് ചിത്രങ്ങളുടെ യാതൊരു സാങ്കേതികതകളും അറിയാത്ത ചെറുപ്പക്കാരനായിരുന്നു ബേസിൽ. ഇപ്പോൾ എത്ര വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. 33-ാം വയസ്സിൽ 3 സിനിമകൾ കൊണ്ട് നിരൂപക പ്രശംസയും വാണിജ്യ വിജയവും നേടിയ സംവിധായകനായി ബേസിൽ ജോസഫ് ഇതിനകം തന്നെ മലയാള സിനിമയിൽ സ്ഥാനം പിടിച്ചിരുന്നു. മികച്ച സംവിധായകനൊപ്പം തന്നെ മികച്ച നടൻ കൂടിയാണ് ബേസിൽ ജോസഫ്. ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ ബേസിൽ ജോസഫ് അഭിനയിച്ചിട്ടുണ്ട്. 2013 അപ്പ് ആൻഡ് ഡൗൺ എന്ന ചിത്രത്തിലെ വളരെ ചെറിയൊരു റോൾ, ലിഫ്റ്റ് ഓപ്പറേറ്ററായിട്ട്. അതായിരുന്നു സിനിമയിൽ ബേസിലിൻ്റെ ആദ്യ ചിത്രം.
ചെറുതും വലുതുമായ 41 ചിത്രങ്ങളാണ് ഇതുവരെ ബേസിൽ അഭിനയിച്ചിട്ടുള്ളത്. ബേസിൽ സംവിധാനം ചെയ്യുന്ന സിനിമകൾ പോലെ തന്നെ കൗതുകകരവും രസകരവുമാണ് അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളും. 2021 ജാനേ മൻ, 2022 പുറത്തിറങ്ങിയ പാൽത്തു ജാൻവർ, ജയ 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 ഹേ എന്നിവയായിരുന്നു ബേസിൽ പ്രധാന വേഷങ്ങളിലെത്തിയ ആദ്യ ചിത്രങ്ങൾ. 2023-24 കാലഘട്ടങ്ങളിൽ ബേസിൽ ജോസഫ് എന്ന നടൻ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ മികച്ച അഭിപ്രായം നേടി ഹിറ്റടിച്ചു. എങ്കിലും ചന്ദ്രികെ, പൂക്കാലം, കഠിന കഠോരമി, അണ്ടകടാഹം, ഫാലിമി, വർഷങ്ങൾക്കു ശേഷം, ഗുരുവായൂരമ്പല നടയിൽ, നുണക്കുഴി, വാഴ, അജയന്റെ രണ്ടാം മോഷണം, സൂക്ഷ്മദർശിനി എന്നിവയെല്ലാം ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ജാനേ മനിൽ കാനഡയുടെ കൊടും തണുപ്പും വിരസതയിൽ നിന്നും മുക്തി നേടാനായി തൻ്റെ ജന്മദിനം കൂട്ടുകാർക്കൊപ്പം ആഘോഷിക്കാനെത്തുന്ന നിഷ്കളങ്കനായ ജോയി മോനായുള്ള ബേസിലിൻ്റെ പ്രകടനം വലിയൊരു കരിയർ ബ്രേക്ക് തന്നെയായിരുന്നു. ജയ 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 ഹേയിലെ കലിപ്പനായ രാജേഷിൻ്റെ പ്രകടനം മികച്ച അഭിപ്രായമാണ് താരത്തിന് നേടിക്കൊടുത്തത്. അങ്ങനെ ബേസിലിൻ്റെ ഓരോ ചിത്രങ്ങളും ഹിറ്റാകുന്നതിനൊപ്പം തന്നെ പ്രേക്ഷകരുടെ മനസ്സിലും ബേസിൽ പ്രിയങ്കരനാവുകയാണ്. അങ്ങനെയാണ് താരത്തിന് ജനങ്ങളുടെ പ്രിയങ്കരൻ, ഫാമിലി സ്റ്റാർ എന്ന പട്ടം ലഭിക്കുന്നത്. എന്നാൽ നിറഞ്ഞ ഒരു കുടുകുടു ചിരിയോടെ തന്നെ ഞാൻ അത്രയ്ക്ക് വലിയ താരമൊന്നുമല്ല എന്നാണ് ബേസിൽ ആ വിളിക്ക് മറുപടി നൽകുന്നത്. 2024 അവസാനം സൂക്ഷ്മദർശിനി എന്ന തനി നാടൻ ത്രില്ലർ കൊണ്ട് ഹിറ്റടിച്ചപ്പോൾ ദി ഹിറ്റ് മെഷീൻ എന്നാണ് ബേസിലിന് ലഭിച്ച പേര്. അത് ആവർത്തിക്കുന്നതാണ് 2025 തുടക്കം പ്രാവിൻകൂട് ഷാപ്പ് കൊണ്ട്. CI സന്തോഷ് CJ ആയാണ് ബേസിൽ ജോസഫ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കള്ള് ഷാപ്പിൻ്റെ മണവും കള്ളും പിടിക്കാത്തൊരു പോലീസുകാരൻ, ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതക കേസ് അന്വേഷിച്ചിറങ്ങുന്നതാണ് പ്രാവിൻകൂട് ഷാപ്പിൻ്റെ കഥ. സൗബിൻ ഷാഹിർ, ചാന്ദിനി ശ്രീധർ, ശിവജിത്ത്, ചെമ്പൻ വിനോദ് എന്നിവരും ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളാണ്. ഈ മാസം അവസാനം ഇറങ്ങുന്ന പൊന്മാനാണ് ബേസിലിൻ്റെ അടുത്ത ചിത്രം. GR ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന കഥയെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമാണിത്. ഹിറ്റ് മേക്കറിൻ്റെ അടുത്ത സൂപ്പർ ഹിറ്റ് ചിത്രമായിരിക്കും പൊന്മാൻ എന്നാണ് ബേസിൽ ആരാധകരും പ്രേക്ഷകരും ഒന്നടങ്കം പറയുന്നത്. ഇതിനൊപ്പം തന്നെ ബേസിൽ എന്ന സംവിധായകനെയും മലയാള സിനിമ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ സംവിധാനത്തിലേക്ക് എത്തുമെന്നും 2-3 തിരക്കഥകൾ പൂർണ്ണമായെന്നും ബേസിൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതിലൊന്ന് മലയാളത്തിലെ ഒരു വലിയ നടനെ വെച്ചാകുമെന്നും പറഞ്ഞു. വലിയ ബഡ്ജറ്റ് ചിത്രമായതിനാലാണ് അത് എത്താൻ വൈകുന്നത്. മമ്മൂട്ടി ബേസിൽ ചിത്രമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു വെളിപ്പെടുത്തൽ എത്തിയത് സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സിനിമ എന്ന സ്വപ്നത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ എത്തിയത് വലിയ വെല്ലുവിളികൾ നേരിട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ബേസിൽ ജോസഫ് എത്ര വലിയ നേട്ടങ്ങളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് ഹിറ്റുകൾ തീർക്കാൻ ബേസിൽ ജോസഫ് എന്ന ഹിറ്റ് മേക്കറിന് കഴിയും. അതുതന്നെയാണ് മലയാള സിനിമയ്ക്ക് ആവശ്യവും.